ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എന്തായാലും നാളെ വക്കീലിനെ കാണാൻ അർച്ചനേട്ടത്തി ധനുഷിന്റെ കൂടെ വരുമല്ലോ. അതിന് ആ സമയത്ത് ധനുഷ് വിശദമായി കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി. ഞാൻ എങ്ങനെ ഇതൊക്കെ ചോദിക്കുന്നത്? ആ, അതൊക്കെ ധനുഷിന്റെ മിടുക്ക് പോലെ ഇരിക്കും. നോക്കാം. നീ ലൈറ്റ് അണയ്ക്ക. വക്കീലിനെ കാണാൻ താൻ വരുന്നില്ല എന്ന് പറഞ്ഞതിന്റെ കാരണം എന്താണെന്ന് എനിക്ക് മനസ്സിലായി. എന്നോടുള്ള പിണക്കം അല്ലേ? തനിക്കിഷ്ടമല്ലെങ്കിൽ ഞാൻ വരുന്നില്ല. കുഞ്ഞിന്റെ ടെസ്റ്റ് റിസൾട്ടുകളൊക്കെ ഞാൻ പോയി വാങ്ങിച്ചോളാം. ജീവിതത്തില് മനുഷ്യൻ സൂക്ഷിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്, പെരുമാറേണ്ട ചില എത്തിക്സ് ഉണ്ട്. ഇതൊന്നുമില്ലാത്ത ആളാണ് ഞാനെന്നാണോ താൻ പറഞ്ഞു വരുന്നത്? എല്ലാം ഉള്ള ആള് തന്നെയായിരുന്നു. പക്ഷേ ഇപ്പൊ അങ്ങനെയാണോന്ന് നെഞ്ചില് കൈവച്ച് സ്വന്തം മനസാക്ഷിയോട് ചോദിച്ചു നോക്ക്. കള്ളം പറയുന്നവരോടൊപ്പം ജീവിക്കാനോ ഇടപെടുകാനോ കഴിയില്ല. വക്കീലിനെ കാണാൻ പോണോന്ന് എനിക്ക് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെയാ ഞാൻ ആദ്യം തന്നെ ഒഴിഞ്ഞു മാറിയതും. അതെനിക്ക് മനസ്സിലായി. പിന്നെ എന്തിനാ ആവർത്തിച്ച് ചോദിക്കുന്നേ? എടോ, തന്റെ ഈ പിണക്കം എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം. എന്റെ ചോദ്യത്തിന് സത്യസന്ധമായ ഉത്തരം കിട്ടുന്നവരെ എനിക്ക് ഇങ്ങനെ പെരുമാറാൻ കഴിയൂ. അതിനി വേറെ ആര് വിചാരിച്ചാലും മാറുകയില്ല. എന്റെ കൺമുമ്പിൽ കണ്ട കാഴ്ചയില്ല മനസ്സുടക്കി നിൽക്കുക ഞാൻ ഇപ്പോഴും. അത് മറക്കാനും പൊറുക്കാനും പറ്റണമെങ്കിൽ എനിക്ക് കൺവിൻസിംഗ് ആയ ഒരു ഉത്തരം കിട്ടണം. അപ്പൊ ഞാൻ എല്ലാം മറക്കാം, ക്ഷമിക്കാം. സത്യം എന്താന്ന് എന്നോട് പറയാൻ പറ്റുമോ ഇപ്പോ, ഈ നിമിഷം? സച്ചേട്ടൻ ഇനിയും മൗനം തുടർന്നു. എനിക്കൊരു പരാതിയില്ല. ആരുടെയും പരാതി കേൾക്കാനും എനിക്ക് താല്പര്യമില്ല. ഇതിങ്ങനെ വിട്ട പറ്റില്ല. അർച്ചനയോട് സത്യം പറഞ്ഞാലോ? പക്ഷേ ലക്ഷ്മിക്ക് കൊടുത്ത വാക്ക് ഇല്ല. ഒരു വാക്കിന്റെ പേരിലും എന്റെ കുടുംബജീവിതം തീർക്കാൻ പറ്റില്ല. ലക്ഷ്മിയോട് സംസാരിച്ചിട്ട് അർച്ചനയോട് സത്യം ഉടൻ പറയണം. ഈ ഭാരം ഇനി ഇങ്ങനെ കൊണ്ടു നടക്കാൻ പറ്റില്ല. അർച്ചന എല്ലാം അറിയുന്നത് തന്നെ നല്ലത്.